ഹായ് ഫ്രണ്ട്സ്, ഈശോയുടെ കൂട്ടുകാരി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാർത്ഥനകൾക്കും ഭക്തിക്കുമൊപ്പം തന്നെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒന്നാണല്ലോ യാത്രകൾ. ഇന്ന് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം അടുത്തുള്ള ഒരു ചെറിയ ഡാം കാണാൻ പോയ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. പ്രകൃതിയും ദൈവത്തിൻ്റെ ദാനമാണല്ലോ. അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഇന്ന് പോകുന്നത് തൃശ്ശൂർക്കാരുടെ സ്വന്തം ഒരു ഹിഡൻ ജെം കാണാനാണ്. അതായത് നമ്മളൊരു ഡാമിലേക്കാണ് പോകുന്നത്. പക്ഷേ അത് വലിയ ഡാമൊന്നുമല്ല. മടക്കത്തറയിലെ ഒരു കുഞ്ഞു സുന്ദരി ഡാം, കച്ചിക്കോട് ഡാം. തൃശ്ശൂർ ടൗണിൽ നിന്ന് വെറും 10-12 കിലോമീറ്റർ ദൂരമേയുള്ളൂ ഇവിടേക്ക്. തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറച്ചു നേരം സമാധാനമായിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇവിടെ. നമ്മുടെ യാത്രയിൽ കാണുന്ന ഓരോ പച്ചപ്പും വഴിയിലെ ഓരോ കുഞ്ഞു വീടുകളും ഈ നാടിന്റെ നന്മ വിളിച്ചു തോന്നുന്നതാണ്. കൃഷിയും പ്രകൃതിയും ഒത്തുചേരുന്ന ഒരു പ്രദേശമാണ് ഇവിടെ. വലിയ ആർഭാടങ്ങളില്ലാത്ത എന്നാൽ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഒരു കൊച്ചു സ്വർഗം. നമ്മുടെ വീട്ടുമുറ്റത്തെ മനോഹരമാക്കാൻ വേണ്ട ഇൻഡോർ പ്ലാന്റുകൾ മുതൽ അപൂർവമായ ഫലവൃക്ഷങ്ങൾ വരെ ഇവിടെ സുലഭമാണ്. റോഡിന്റെ ഇരുവശത്തും നിരനിരയായി നിൽക്കുന്ന നഴ്സറികൾ കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത പോസിറ്റീവ് എനർജി നമുക്ക് ലഭിക്കും. വീട് പണിയുന്നവരും ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരും ഒരിക്കലെങ്കിലും ഈ വഴിയൊന്ന് വരണം. അത്രയധികം വെറൈറ്റി ചെടികളാണ് ഇവിടെ ഓരോ വീടുകളുടെ തോട്ടങ്ങളിലും ഒരുക്കിയിരിക്കുന്നത്. കച്ചിക്കോട് ഡാം സത്യത്തിൽ കൃഷി ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു ചെക്ക് ഡാമാണ്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് വൈകുന്നേരം ഒന്ന് സമയം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടായി ഇത് മാറിയിട്ടുണ്ട്. അങ്ങനെ നാം കച്ചിക്കോട് ഡാമിലേക്ക് പോകുന്ന വഴിയുടെ തൊട്ടരികിലെത്തി. ഇവിടെ നമുക്ക് കാർ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാറ് പാർക്ക് ചെയ്തതിനു ശേഷം മുന്നിലോട്ട് നടന്നാൽ ഈ ഡാമായി. വളരെയധികം രസമുണ്ടായിരുന്നു ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ. ഒരുപാട് ആളുകൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഈ സമയം. ഇതാണ് കച്ചിക്കോട് ഡാം. ഈ ഡാമാണ് ഈ പ്രദേശത്തെ കൃഷിയിടങ്ങളിലേക്ക് ജലം എത്തിക്കുന്നത്. റബ്ബർ തോട്ടങ്ങളും പച്ചക്കറി കൃഷികളും നഴ്സറികളും സമൃദ്ധമായി നിൽക്കാൻ കാരണം ഈ കുഞ്ഞു തടയണയാണ്. കർഷകരുടെ സ്വപ്നങ്ങൾക്ക് വെള്ളം പകരുന്നത് ഈ ഡാമാണെന്ന് പറയാം. വേനൽക്കാലമായതിനാൽ വെള്ളം ഇപ്പോൾ അല്പം കുറവുണ്ട്. എങ്കിലും ആളുകളെല്ലാം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഡാമിന്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ ഡാമിന് ചുറ്റും നമുക്ക് നടക്കാനുള്ള വഴി ഒരുക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ വൃത്തിയായി കോൺക്രീറ്റ് ചെയ്ത വഴികളാണ് ഇതിന്റെ 4 വശത്തും ഒരുക്കിയിരിക്കുന്നത്. ഇതിന്റെ ചുറ്റുവശത്തായി പലതരത്തിലുള്ള കൃഷികളുണ്ട്. നമ്മളിപ്പോൾ കാണുന്ന കൊള്ളിക്കൃഷി, വളരെ മനോഹരമായ ഒരു അന്തരീക്ഷം. അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ മുഴുവൻ നമുക്ക് നടക്കാം. കാലത്ത് മോർണിംഗ് വാക്കിനൊക്കെ പറ്റിയ ഫുൾ ഈ ഡാമിനെ ചുറ്റി നമുക്ക് നടക്കാം. ക്ലൈമറ്റിന്റെ സമയത്താട്ടാ നമ്മളിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ഇവിടെ നല്ലൊരു അന്തരീക്ഷം, അധികം വെയിലില്ലാത്ത സമയമാണ് കേട്ടോ. ഈ ഡാമിന്റെ ചുറ്റുവട്ടത്തൊക്കെ കൃഷിയാണ് കേട്ടാ. ഇവിടെ എന്താണാവോ വലിയൊരു കിണർ പോലെ കാണാനുണ്ട്. അതിൻ്റെ അപ്പുറത്ത് പടവലങ്ങ കൃഷിയാണ് ഈ കാണുന്നത്. അപ്പുറത്ത് വാഴക്കൃഷിയുണ്ട്. അപ്പുറത്തായിട്ട് റബ്ബറും തോട്ടം കാണാനുണ്ട്. നടക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. നടക്കാൻ നല്ല സ്ഥലമാണ്. റോഡൊക്കെ കൊള്ളിക്കൃഷിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ ഫുള്ള് കൊള്ളിക്കൃഷി ചെയ്യുന്നുണ്ട് ഇവിടെ. നമ്മൾ നടന്ന് ഇതിന്റെ പകുതിയോളം പിന്നിട്ടു. ഇനി നമുക്ക് പകുതിയും കൂടി നടക്കാനുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇതിന്റെ ഒരു റൗണ്ട് ആവുള്ളൂ. ഇപ്പൊ എൻ്റെ ബാക്കിൽ കാണുന്നതൊക്കെ ഫുള്ള് റബ്ബറും തോട്ടാണ്. ഈ സൈഡ് ഫുള്ള് റബ്ബറും തോട്ടാണ്. നല്ലൊരു അന്തരീക്ഷത്തിലാണ് കേട്ടോ. ഇപ്പൊ ഇവിടെ നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരും വാക്കിങ്ങിനൊക്കെ നടക്കുന്ന നല്ലൊരു സമയമാണ് കേട്ടത്. ഈ സമയത്ത് ഇവിടെ വരികയായിരിക്കും രസം. കൂടുതൽ കാണാൻ ഭംഗിയുണ്ടാവും ഈ സമയത്ത് വരികയായിരിക്കും. പണ്ട് കാലത്ത് നമ്മള് ഇപ്പോഴല്ലേ പ്ലാസ്റ്റിക് കുറയൊക്കെ ആയി. പണ്ട് കാലത്ത് നമ്മൾ ഇറച്ചിയൊക്കെ ഈ തേക്കിന്റെ ഇലയിലല്ലേ പൊതിഞ്ഞ് മേടിക്കാറ്. നൊസ്റ്റാൾജിക് ഫീലിംഗ്. ഈ തേക്കിന്റെ ഇല കൈവെള്ളയിലിട്ട് തിരുമ്മിയാൽ ഒരു ചുവപ്പ് നിറം വരും. പ്രകൃതി നമുക്ക് നൽകിയ ഈ ശുദ്ധജലം മലിനമാക്കാതെ സൂക്ഷിക്കേണ്ടതും നമ്മുടെ കടമയാണ് കേട്ടോ. പ്ലാസ്റ്റിക്കും മറ്റൊന്നും വലിച്ചെറിയാതെ നമുക്ക് നോക്കാം ഇവിടെ വരുമ്പോൾ. എനിക്ക് തോന്നുന്നു മഴക്കാലത്തായിരിക്കും ഇവിടെ കൂടുതൽ ഭംഗിയെന്ന്.
ഇവിടെ വന്നിരിക്കുന്നവർക്കൊക്കെ അത്യാവശ്യം വേണ്ട പച്ചക്കറികൾ ഇവർ കൊടുക്കുന്നുണ്ടെന്നാണ് പറയണത് കേട്ടോ. ഞങ്ങളുടെ കൂടെ നടന്ന് വന്ന ചിലവരൊക്കെ പച്ചക്കറികൾ മേടിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടില്ല. അപ്പം നമുക്ക് പോകുമ്പോൾ പറ്റിങ്ങി മേടിക്കാം. ഇറങ്ങി ഇതിൻ്റെ 4 ഭാഗം പിന്നെ ഇപ്പം നമ്മളിതിൻ്റെ ബാക്കിൽ കാണുന്ന സ്ഥലം കണ്ടില്ലേ, ഇതാണ് നമ്മൾ വന്ന സ്ഥലം. അറ്റത്ത് നടന്നിവിടെ എത്താറാവുമ്പോൾ അത്യാവശ്യം ഫോട്ടോ എടുക്കാൻ പറ്റിയ പ്ലേസുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് സിറ്റികളിലൊക്കെ വലിയ പൈസ കൊടുത്ത് ചെയ്യുന്ന ഫിഷ് സ്പാ നമുക്കിവിടെ ഈ കാടിൻ്റെ പശ്ചാത്തലത്തിൽ ഫ്രീ ആയി ആസ്വദിക്കാം. ഈ തെളിഞ്ഞ വെള്ളവും ചെറിയ മീനുകളുടെ ആ കൊത്തലും നമുക്ക് നല്ലൊരു സന്തോഷമാണ് നൽകുന്നത്. ഈ ഡാമിൻ്റെ ചുറ്റും നടന്നു കഴിഞ്ഞ് വരുമ്പോൾ ദാഹശമനത്തിനായി അത്യാവശ്യം ചെറിയ രീതിയിലുള്ള വസ്തുക്കൾ നമുക്ക് വാങ്ങിക്കാനും ഇവിടെ ലഭിക്കുന്നുണ്ട്. വൈകുന്നേരത്തോടു കൂടി അവിടെ ഡാമിലെ ലൈറ്റുകളൊക്കെ പ്രകാശിക്കാൻ തുടങ്ങി. ഇപ്പോൾ വളരെ മനോഹരമായിരിക്കുന്നു ഇവിടെ കാണാൻ. അപ്പോൾ ഈ ചെറിയ ഡാമും ഇവിടുത്തെ പച്ചപ്പും മീനുകൾ തരുന്ന നാച്ചുറൽ ഫിഷ് സ്പായും ഒക്കെ ആസ്വദിക്കാൻ ഒഴിവ് കിട്ടുമ്പോൾ ഇവിടേക്ക് ഇറങ്ങുക. തിരക്കുകളിൽ നിന്ന് മാറി കുറച്ചു നേരം പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു ഇടമാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.